ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 4 ഇഞ്ചിൻ്റെ 2 ഫ്രെയിം ഉണ്ടാക്കണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റെസിനും ഹാർഡനറും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കളർ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മറ്റേ ഗ്ലാസ്സിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് പിഗ്മെൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് വൈറ്റ് പേൾ പൗഡറാണ്. നോർമൽ വൈറ്റ് റെസിൻ പിഗ്മെൻറ്റും ആഡ് ചെയ്യാം. പിന്നെ ബാക്കി പോർഷൻക്ക് ഞാൻ ഇതുപോലെ ഗോൾഡൻ ഫ്ലേക്സും പിന്നെ കുറച്ച് ഗോൾഡൻ ഗ്ലിറ്റേഴ്സൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ തീമിലുള്ളൊരു ഫ്രെയിമാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി പിഗ്മെൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് പിഗ്മെൻറ്റ് മിക്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ റെസിന് അങ്ങനെ അങ്ങ് ഹാർഡായി പോകും. അപ്പോൾ ഈ ഒരു ഫ്രെയിമിലേക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഈ കോർണേഴ്സിലും പിന്നെ സെൻറ്റർ പോർഷനിലുമാണ് ഈ ഒരു ഗോൾഡൻ തീമിൽ വരുന്നത് ആഡ് ചെയ്തത്. പിന്നെ വൈറ്റ് ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡൻ തീമിലുള്ളത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആയിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നു എന്നൊക്കെ തോന്നി. കാരണം വൈറ്റ് ബ്ലെൻഡായി പോകും ആ ഒരു ക്ലിയർ റെസിനുള്ള പാർട്ടിലൊക്കെ. പിന്നെ ഈ റെസിൻ ഒഴിക്കുന്നതിന് മുമ്പ് ടാപ്പ് യൂസ് ചെയ്തിട്ട് അതിലത്തെ ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാം. ബബിൾ ബസ്റ്റർ സ്പ്രേ ചെയ്തിട്ടൊക്കെയാണ് റെസിൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 2 കളർ തീം അങ്ങനെ ബ്ലെൻഡായി നിൽക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സ് റെസിൻ്റെ അടിയിലായി പോയപ്പോൾ ഞാനത് കുറച്ച് അതിൻ്റെ മേലെ കാണിക്കാനായിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റെസിൻ ഒന്ന് ഹാർഡായിട്ട് ഒരു കുറച്ച് ടൈം വെച്ചിട്ട് ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്താൽ അതൊന്നും കൂടെ നല്ലതാവും. കാരണം അത് ഫ്ലോട്ടായി പോകില്ല. ഈ ഗ്ലിറ്റേഴ്സ് അങ്ങനെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് റെസിനിൽ അങ്ങനെ സോക്കായി പോകില്ല. പിന്നെ ഈ ഒരു ഫ്രെയിമും ഞാൻ ഈ സെയിം തീമിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതായത് വൈറ്റും ബ്ലാക്കും കളറും പിന്നെ ഈ ഗോൾഡൻ ഫ്ലേക്സിൻ്റെ ഒക്കെ പകരം സിൽവർ ഫ്ലേക്സും സിൽവർ ഗ്ലിറ്റേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ ഈ ടെക്സ്റ്റും കോഡ്സൊക്കെ ഗ്ലോസി ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതുപോലെ പ്രസ്ഡ് ഫ്ലവേഴ്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രെയിമിലും ഇതുപോലെ കോഡ്സും ഫോട്ടോസൊക്കെ ആഡ് ചെയ്യും. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് ടാക്കി ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ റെസിന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റും റെസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ റെസിന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബബിൾ ബസ്റ്റർ യൂസ് ചെയ്തിട്ട് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആക്കാം. ഇത് നൈറ്റ് ആയപ്പോൾ ആ ഒരു ഫ്രെയിമും ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ മോർണിംഗ് ചെയ്ത് വെച്ച് തരുന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോസും കോഡ്സും ടാക്കി ടാപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിം നേരത്തെ ചെയ്ത് വെച്ചതായതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ ഫ്രെയിമിൽ റെസിൻ ഒഴിച്ച് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബബിൾ ബസ്റ്റർ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം റെസിൻ ഒഴിക്കാം. എപ്പോഴും ഈ സ്പ്രേ ചെയ്യുന്ന സാധനം എന്താണെന്നുള്ളത് കമൻറ്റിൽ കാണാറുണ്ട്. അത് ഐസോപ്രൊഫൈൽ സ്പ്രേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പ്രേ ആണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എയർ ബബിൾസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഹീറ്റ് ഗൺ യൂസ് ചെയ്തിട്ടും ബബിൾസ് റിമൂവ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫ്രെയിമിൽ കുറച്ച് പോർഷനും കൂടെ കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ റെസിന് അതിലും കൂടെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു കീചെയിനും കൂടെ ഞാൻ ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അതിൻ്റെ സൈഡൊക്കെ ഞാൻ സ്മൂത്ത് ആക്കിയിട്ട് ഡോമിങ് ചെയ്യാണ്. മേലെ കുറച്ച് റെസിൻ ഒഴിച്ചിട്ട് ആ ഒരു സർഫസ് സ്മൂത്ത് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഡ്രൈ ആയിട്ട് കാണാം. ഡ്രൈ ചെയ്യാൻ വെക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ലിഡ് വെച്ചിട്ടോ എന്തെങ്കിലും പേപ്പർ യൂസ് ചെയ്തിട്ടോ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. 2 ഫ്രെയിമും കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടാക്കി ടാപ്പ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ടും നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് മേലേക്ക് ഫ്ലോട്ടായി വരും. അപ്പോൾ അതൊരു ടെക്സ്ചർ പോലെ അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഡിമോൾഡ് ചെയ്തിട്ടുള്ള ഫൈനൽ ഔട്ട്പുട്ട്. ഇതിപ്പോൾ കീ ചെയിനാണ്. ഇതിൻ്റെ 2 സൈഡും ഞാൻ ഡോമിങ് ചെയ്തെടുത്തിട്ടുള്ളതാണ്.
പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു കീചെയിനും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിന് രണ്ട് സൈഡിലും ഫോട്ടോസ് വരുന്ന രീതിയിലുള്ള കീചെയിനാണ്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും ഇതുപോലെ ഈസൽ സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.